എന്താണ് ഫിബ് റീട്രേസ്മെൻറ്റ്? ഒരു മാർക്കറ്റ് അപ്പിലേക്ക് തന്നെയാണോ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് ഡൗണിലേക്കാണോ പോകുന്നത്? ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഫിബ് റീട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യുക. നമുക്കിതിനൊന്ന് മോഡിഫൈ ചെയ്യാനുണ്ട്. ഇതിന് മോഡിഫൈ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് എടുത്ത് ഇപ്പോഴുള്ള മെഷർമെൻറ്റ്സ് കംപ്ലീറ്റ്ലി മാറ്റി ഈ കാണുന്ന പുതിയ മെഷർമെൻറ്റ്സ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ കിട്ടും. ഇനി നമുക്ക് ഫിബ് റീട്രേസ്മെൻറ്റിൽ എന്താണ് ഗോൾഡൻ സോണെന്നും എന്താണ് ലിക്വിഡിറ്റി സോണെന്നും നമുക്ക് നോക്കാം. ഒരു മാർക്കറ്റ് അപ്പിലേക്ക് പോയിട്ട് അത് 50% ഡൗൺ വരുന്നതാണ് നമുക്ക് ഗോൾഡൻ സോൺ എന്ന് പറയാം. മാർക്കറ്റ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ നിന്ന് റിജക്ഷൻ വന്നു, അവിടെ രണ്ടും കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗോൾഡൻ സോണിൻ്റെ ഒരു ഏരിയ കിട്ടും. ആ ഗോൾഡൻ സോണിൻ്റെ ഏരിയയിലാണ് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കും. നമ്മുടെ SL തൊട്ട് താഴെയുള്ള ലിക്വിഡിറ്റി സോണിലായിരിക്കും നമ്മൾ വെക്കുക. നമ്മൾ അടുത്ത TP പറയുന്നയോ എവിടെ നിന്നാണോ മാർക്കറ്റ് റിജക്ഷൻ വന്ന് ആ ഒരു ഓർഡർ ബ്ലോക്കിലായിരിക്കും നമ്മൾ TP സെറ്റ് ചെയ്യുക. നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മാർക്കറ്റ് ആ ഗോൾഡൻ സോണിലെടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന നമ്മൾ അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കും. നമ്മൾ SL കൊടുക്കുന്നത് അതിൻ്റെ തൊട്ട് താഴത്തുള്ള ലിക്വിഡിറ്റി സോണിലായിരിക്കും. അതിന് TP വരുന്നത് നമ്മളെ ഓർഡർ ബ്ലോക്കിലായിരിക്കും. നമ്മൾ അതിൻ്റെ TP വെക്കുക. ഇനി നമുക്ക് ഡൗൺ ട്രെൻഡിലേക്ക് ഒരു ഫിബ് റീട്രേസ്മെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് എൻട്രി എടുക്കാൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം വേ മാർക്കറ്റ് ഗോൾഡൻ സോണിൽ വന്നിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഡൗണിലേക്ക് ഒരു എൻട്രി എടുക്കും. SL തൊട്ട് മേലെയുള്ള ലിക്വിഡിറ്റി സോണിലേക്കും. ഇനി ചാർട്ടിൽ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു മാർക്കറ്റ്. ഇതിൻ്റെ മാർക്കറ്റ് വന്ന് ഗോൾഡൻ സോണിൽ ടച്ച് ചെയ്ത് അവിടെ നിന്നായിരിക്കും നമ്മൾ എൻട്രി എടുക്കാം. നമ്മൾ SL വരുന്നതോ ഇതിൻ്റെ തൊട്ട് മുകളിലെ ലിക്വിഡിറ്റി സോണിലായിരിക്കും നമ്മൾ SL. നമ്മൾ TP വരുന്നത് ഇതിൻ്റെ നേരെ താഴെയുള്ള ഓർഡർ ബ്ലോക്കിലായിരിക്കും നമ്മൾ TPയും സെറ്റ് ചെയ്യുക. ചിലപ്പോൾ മിനിറ്റുകൾക്കുള്ളിലോ ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിലോ ഇത് നമ്മൾ TP ഹിറ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിനി സെക്കൻഡ് എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. ലിക്വിഡിറ്റി സോണ് ബേസ് ചെയ്തിട്ടുള്ള എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. മാർക്കറ്റ് ലിക്വിഡിറ്റി സോണിൽ വന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കും. നമ്മുടെ SL വരുന്നത് ആ റാലി സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ഡൗണിലായിരിക്കും. സോ അവിടെ SL വെച്ച് നമ്മൾ TP എവിടെ ആയിരിക്കും? ഏറ്റവും മുകളിലെ ഓർഡർ ബ്ലോക്കിലായിരിക്കും നമ്മൾ TP വരാം. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഒരു അപ്പോയ മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഫിബ് എടുത്ത് വരച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മൾ ലിക്വിഡിറ്റി സോണിൽ വരുന്നുണ്ടോ, അഥവാ നമ്മൾ ലിക്വിഡിറ്റി സോണിൽ അത് ടച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുക. നമ്മുടെ SL എവിടെ ആയിരിക്കണം? താഴത്തെ ഓർഡർ ബ്ലോക്കിലായിരിക്കണം. നമ്മുടെ TP എവിടെ ആയിരിക്കണം? ഏറ്റവും മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലായിരിക്കണം. ഇത് ചിലപ്പോൾ മിനിറ്റുകൾക്കുള്ളിലോ മണിക്കൂറുകൾക്കോ നമ്മൾ TP ചിലപ്പോൾ ഹിറ്റ് ആവാം. അപ്പോൾ നിലവിൽ TP ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോൾ ലിക്വിഡിറ്റി സോൺ ബേസ് ചെയ്തിട്ട് എൻട്രി എങ്ങനെ എടുക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്ന ലിക്വിഡിറ്റി സോണിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ്. മാർക്കറ്റ് ലിക്വിഡിറ്റി സോണിൻ്റെ ഉള്ളിലേക്ക് എൻട്രി അയക്കുന്നത് നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുക്കും. നമ്മൾ SL നമ്മൾ എവിടെ വെക്കും? ഏറ്റവും മുകളിലെ ഓർഡർ ബ്ലോക്കിലേക്ക് നമ്മൾ വെക്കും. അവിടെ നിന്ന് നമ്മൾ TP എവിടെ വെക്കും? റീസെൻ്റ് താഴോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും താഴത്തൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാവും. റൈറ്റ്, അവിടെയായിരിക്കും നമ്മൾ ടാർഗറ്റും വെക്കാം. ഇതൊരു 80% എനിക്ക് ഒരുപാട് തവണ സക്സസ്ഫുൾ ആയതിനു ശേഷമാണ്, ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മെത്തേഡ് എൻ്റെ ട്രേഡിംഗ് കരിയറിൽ ഫോളോ ചെയ്യുന്നത്. സോ ഇതേപോലത്തെ ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.